ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചക്ക വരട്ടിയതിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചക്ക വരട്ടിയതിൻ്റെ റെസിപ്പിയാണ്. ഇതിലേക്ക് ഞാൻ ഒരു പാത്രം നിറയെ പഴുത്ത ചക്ക ചെറിയ പീസാക്കി കട്ട് ചെയ്തത് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്ത് അര ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ശർക്കരയാണ് ഞാൻ അത് ഉരുക്കാൻ വെച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ. ഇനി ഈ 5 വിസിൽ അടിച്ച 3 വിസിലാണ് ഞാൻ ഇവിടെ ചക്ക വേവിക്കാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ ഒരിത്തിരി ഒഴിച്ചു കൊടുത്ത അര ഗ്ലാസ് വെള്ളം കൂടുതലാണ്. അത് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നല്ലോണം ഈ വെന്ത ചക്ക ഒന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം ഈ ശർക്കര പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല പഴുത്ത മധുരമുള്ള ചക്കയാണെങ്കിൽ ഒരു ശർക്കര അച്ചി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ ശർക്കര പാനി ചേർത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് ഉടച്ചെടുത്ത് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇത് വെന്ത് വന്നപ്പോൾ ബാലൻസ് വന്നിരുന്ന ഈ വെള്ളത്തിൽ വേണം ഇനി കുക്കറിൽ നിന്നും മാറ്റി വെച്ച അധികമായി വന്നിട്ടുള്ള വലിയ ടേബിൾ സ്പൂണിന് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി നല്ലോണം ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തതിനു ശേഷം ഞാൻ ഈ ചക്കയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് നല്ലോണം ഈ അരിപ്പൊടി ചേർത്തു കഴിഞ്ഞാൽ ഇത് നല്ലോണം കുറുകി വരും. ഇനി ഇതിലോട്ട് അരമുറി തേങ്ങ ചിരകിയതും ഞാൻ ഈ ചക്കയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിരകിയ തേങ്ങയും ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങയും അരിപ്പൊടിയും എല്ലാം ചേർക്കുമ്പോൾ ഈ ചക്ക നല്ലോണം തിക്ക് രൂപത്തിലായി വരും. ഈ തേങ്ങയും ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നല്ലോണം 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്ക വരട്ടിയത് ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.